തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയ്ക്കായുള്ള തെരച്ചിൽ രാത്രിയും ഊർജിതമായി നടക്കുകയാണ്. ഓവുചാൽ പരിശോധനയ്ക്ക് റോബോട്ടിക് സാങ്കേതിക വിദ്യ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഉപയോഗിക്കുന്നുമുണ്ട്. മാൻഹോൾ പരിശോധനയ്ക്ക് ടെക്നോ പാർക്കിലെ ജൻ റോബോട്ടിക്സ് കമ്പനിയുടെ യന്ത്രമനുഷ്യനെ എത്തിച്ചു. മാറായിമുട്ടം സ്വദേശി ജോയിയെ കാണാതായിട്ട് 10 മണിക്കൂർ പിന്നിട്ടു. അലക്സ് റാം മുഹമ്മദും ഹരികൃഷ്ണനും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി സംഭവസ്ഥലത്തും ചേരുന്നുണ്ട്. ആദ്യം അലക്സിലേക്ക്. അലക്സ്, 11ാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു ഈ രക്ഷാ ദൗത്യം. ഏറെ ശ്രമകരമായത് ഇപ്പോഴും തുടരുകയാണ്. എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും എന്താണ് ഒരു പ്രതീക്ഷ ഉള്ള വാർത്ത നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അത് ആ രീതിയിൽ തന്നെ തുടരുകയാണ്. നിലവിലെ സാഹചര്യം എന്താണ്? രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്നത് എന്താണ്? പ്രജൻ, പ്രവിത, ഗുഡ് ഈവനിങ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞു നമ്മൾ. അതായത് രാവിലെ 10:30 മണിക്കാണ് ജോയ് ഉൾപ്പെടെ 4 പേർ ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ആ ഭാഗത്ത് ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങുന്നത്. അവർ ആ ജോലിക്ക് ഇറങ്ങിയതിന് ശേഷം 12 മണിക്കൂറാകുന്നു. ജോയി ഇതിനുള്ളിൽ കാണാതായി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ട് 11ാം മണിക്കൂറാണ് പ്രജിൻ. ഊർജിതമായ രക്ഷാപ്രവർത്തനം ഈ രാത്രിയും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കൂബ സംഘം ഒഴികെയുള്ള ബാക്കി എല്ലാ രക്ഷാപ്രവർത്തകരും, അത് ഫയർഫോഴ്സിൻ്റെ സേനാംഗങ്ങളുണ്ട്, അതുപോലെ ഈ ജൻ റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട അവരുടെ അധികൃതരുണ്ട്, ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട്, നഗരസഭയിലെ ശുചീകരണ ജീവനക്കാരുണ്ട്, നഗരസഭയുടെ അധികാരികളുണ്ട്, മേയറുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്. അത്തരത്തിൽ വിവിധ വിഭാഗത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം. ഇതിൽ ഇവർക്ക് ഇപ്പോൾ ഈ തടസ്സം സൃഷ്ടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിരുന്ന പോലെ പ്രജൻ, ഇത് ട്രാക്കിലെ 3ാം ട്രാക്കിലെ മാൻഹോളാണ്. ആ മാൻഹോൾ തുറന്നുള്ള മാലിന്യം നീക്കം ചെയ്തതാണ് ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് നടപ്പിലാക്കുന്നത്. അതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ 4ാം ട്രാക്കിൽ കൊണ്ട് ട്രെയിനുകൾ പിടിക്കുന്നതാണ്. അവർക്ക് അത് സുഗമമായി ആ പ്രവൃത്തി ചെയ്യുന്നതിന് അത് തടസ്സം, വിഘാതം സൃഷ്ടിക്കുന്നു എന്ന് ആ പ്രവർത്തകർ പറയുന്നുണ്ട്, രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനൊരു ഹാൻഡുണ്ട്. അതായത് ഈ മെഷീനൊരു ഹാൻഡുണ്ട്, ഒരു കപ്പ് പോലുള്ള ഒരു ചെറിയ ഹാൻഡുണ്ട്. ഈ മെഷീൻ രൂപകൽപ്പന ചെയ്തത് തന്നെ ഇത് ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ സാധിക്കുന്ന മാൻഹോളുകൾക്ക് ഇറങ്ങി ഈ സാനിറ്റേഷൻ വേസ്റ്റ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സ്റ്റാർട്ടപ്പ് കമ്പനിയായ ജൻ റോബോട്ടിക്സ് ഇത് 3-4 വർഷം മുമ്പ് ഇത് രൂപകൽപ്പന ചെയ്യുന്നത്. ആ സംവിധാനം ഇവിടേക്ക് കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ സ്കൂബ സംഘത്തിന് ഈ മേഖലയിലേക്ക്, അതായത് ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ റെയിൽവേ ട്രാക്കിനടിയിലൂടെ കടന്നു പോകുന്ന ഈ ടണലിലേക്ക് മനുഷ്യനിറങ്ങാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് മുഴുവൻ കഴുത്തറ്റം വരെ മാലിന്യം നിറഞ്ഞു കിടക്കുന്നു, മുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. അവിടെ പരമാവധി അവർക്ക് ചെയ്യാനാവുന്നത് അവർ ചെയ്തു. കാരണം ആ ആമയിഴഞ്ചാൻ തോടിൻ്റെ ആ പ്രധാനപ്പെട്ട ഭാഗത്ത്, ജോയി അവിടെ ഇറങ്ങിയ ഭാഗത്ത്, അവിടെ നിന്ന് 40 മീറ്റർ 2-3 പ്രാവശ്യമായി 40 മീറ്റർ സ്കൂബ സംഘം അവരുടെ എല്ലാ സംവിധാനവും സന്നാഹവും ഉപയോഗിച്ച് അകത്തേക്ക് പോയുള്ള പരിശോധന നടത്തി. കൂടുതൽ അകത്തേക്ക് പോകാൻ അവർക്ക് സാധിക്കാത്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ട്രാക്കുകളിൽ ഈ 3ാം ട്രാക്കിലുള്ള ഈ മാൻഹോൾ, അതിനപ്പുറം 5ാം ട്രാക്കിൽ മറ്റൊരു ഓപ്പണിംഗ് കൂടിയുണ്ട്. ആ ടണലിൻ്റെ ഓപ്പണിങ്ങിലും അവർ സമാനമായി പരിശോധന നടത്തി. ഏതാണ്ട് 15 മീറ്റർ ഈ സ്കൂബ സംഘം അതിനുള്ളിലേക്ക് ഇറങ്ങി പരിശോധന നടത്തി. കൂടുതൽ അവർക്ക് അകത്തേക്ക് കടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കഴുത്തറ്റം വരെ മാലിന്യം അവിടെയുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ആകെ മൊത്തം വേസ്റ്റ് ഈ ടണലിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിശോക്തിയാവില്ല. കാരണം ഈ ടണൽ വൃത്തിയാക്കുന്നില്ല, അത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് റെയിൽവേക്കെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതുമായി ബന്ധപ്പെട്ട തർക്കം റെയിൽവേയും നഗരസഭയുമായി നിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈ മാലിന്യം ഇവിടെ നിന്ന് ഇവർ ഈ ഹാൻഡ്, അതായത് റോബോട്ടിനെ സുഗമമായി നീക്കം ചെയ്താൽ ആ ഒഴുക്ക് സുഗമമാകുമെന്ന് അവർ കരുതിയിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്നില്ല. അതിന് പകരം ഇപ്പോൾ അവർ ചെയ്യുന്നത് ആ വലിയ തോട്ടി ഉപയോഗിച്ച് ആ വേസ്റ്റ് അതിനകത്ത് നിന്ന് കോരി ഇതിൻ്റെ ഹാൻഡ്, അതായത് ഈ റോബോട്ടിൻ്റെ ഹാൻഡ് എത്തുന്ന സ്ഥലത്തേക്ക് അത് കൊണ്ടുവന്ന് അവിടെ നിന്ന് റോബോട്ടിൻ്റെ ഹാൻഡ് ഉപയോഗിച്ച് ആ മാലിന്യം പുറത്തേക്ക് നീക്കുന്ന നടപടിയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ഇതിനുശേഷം അടുത്തൊരു സ്റ്റെപ്പ് കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. അത് നൈറ്റ് വിഷൻ ക്യാമറ ഇതിനുള്ളിലേക്ക് ഇറക്കി ഇവിടെ എന്താണ് ബ്ലോക്ക്, എന്താണ് തടസ്സം, എന്താണ് വിഘാതം സൃഷ്ടിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമാണ്. പ്രധാനമായി ഈ രക്ഷാപ്രവർത്തകർ കരുതുന്നത് ജോയി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ തുടിപ്പുകളുണ്ട്, അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കും എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈ 10ാം മണിക്കൂറിൽ രക്ഷാപ്രവർത്തനം പ്രതീക്ഷയിലാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇനി ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, NDRF സംഘം ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ പ്രവർത്തനം അത് ഏത് രീതിയിലാണ്? അവർ കൂടി എത്തുമ്പോൾ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ഈ തിരച്ചിൽ?
പ്രവിത പ്രജൻ, NDRF സംഘം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഇന്ന് 11-ാം മണിക്കൂറിലേക്ക് രക്ഷാദൗത്യം നീളുമ്പോൾ ഈ മനുഷ്യസാധ്യമായതെല്ലാം ഇവിടെ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് തന്നെ വേണം പറയാൻ. അതായത് ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ അടിയിൽ ഏതാണ്ട് 250 മീറ്ററാണ് ഈ ആമയിഴഞ്ചാൻ തോടിന്റെ നീളം എന്ന് പറയുന്നത്. അത് ഈ ജോയിയെ കാണാതായ പ്രധാനപ്പെട്ട പ്രവേശന മുഖത്തു നിന്നും ഈ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോളിലേക്ക് വരെ അതിന്റെ പ്രവേശന മുഖത്ത്, അതായത് ഈ ആമയിഴഞ്ചാൻ തോടിന്റെ പ്രവേശന മുഖത്തും 5-ാം നമ്പറിന്റെ പ്ലാറ്റ്ഫോമിലും തിരച്ചിൽ നടത്തി. അത് പക്ഷേ വളരെ കുറച്ച് ദൂരം, അതായത് കാണാതായ സ്ഥലത്ത് വെറും 40 മീറ്റർ മാത്രവും 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിൽ നിന്ന് 15 മീറ്റർ അകത്തോട്ട് മാത്രമാണ് ഇവർക്ക് ഈ സ്കൂബ ടീമിന് പോകാൻ കഴിഞ്ഞതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ സ്കൂബ ടീം അടക്കം പറയുന്നൊരു കാര്യം, ചെളിയും മാലിന്യങ്ങളും ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നു, അതുകൊണ്ട് ഇത് കാണാൻ കഴിയുന്നില്ല. അത് മാത്രവുമല്ല, ഇത് സാധാരണയുള്ള ഒരു മാൻഹോളിന്റെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആമയിഴഞ്ചാൻ തോടിന്റെ രീതി എന്ന് പറയുന്നത്, ഡിസൈൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല, സാധാരണയുള്ള രീതിയിലല്ല. ഒരു സിക്സാക് വെയിലാണ്, അതായത് നേരെയുള്ളതല്ല, വളഞ്ഞു പുളഞ്ഞതുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമാണ്. ആ ഒരു കാര്യം കൂടി കഴിഞ്ഞപ്പോഴാണ് അത്തരത്തിൽ മനുഷ്യസാധ്യമായതെല്ലാം മാലിന്യം നീക്കം ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യയുമായി ഇവിടേക്ക് എത്തുന്നത്. അതിന്റെ പുരോഗമനം പുരോഗമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ മാലിന്യവും ചെളിയും നീക്കം ചെയ്യുന്ന കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു നൈറ്റ് വിഷൻ ക്യാമറയുള്ള റോബോട്ടിക് സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിക്കുന്നുണ്ട്. അത് മോണിറ്റർ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം കൂടി, അതായത് ആ മോണിറ്റർ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ച് ഇതിനകത്ത് ഈ ജോയ്, കാണാതായ മാരായമുട്ടം സ്വദേശിയായ ജോയിയെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് ഒരു കണക്കുകൂട്ടലാണ്. അതിൽ നിരവധി ചർച്ചകൾ നടത്തിയതിനു ശേഷം ജനപ്രതിനിധികളും ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് അടക്കമുള്ള നിരവധി പേർ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ഇനി അതിനുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുന്നത്. അതിനോടൊപ്പമാണ് ഇതിന്റെ ഈ ജോയിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള NDRF-നോടും അതേപോലെ തന്നെ നേവിയോടും ജില്ലാ കളക്ടർ സഹായം തേടുന്നത്. ഉടൻ തന്നെ അവരെത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. പോസിറ്റീവായ ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരത്തിൽ എല്ലാ സാധ്യമായതെല്ലാം ഇവിടെ നടത്തുന്നുണ്ടെന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചെളിയും മാലിന്യങ്ങളും ഇവിടെ ഒരാൾ പൊക്കത്തിൽ അടിഞ്ഞുകൂടുന്നു, അത് നീക്കം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത് തന്നെയാണ് രാവിലെ തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ്, കാണുന്നതാണ്, ഈ ദൃശ്യങ്ങൾ സഹിതം നമ്മളത് മനസ്സിലാക്കിയതുമാണ്. കാരണം അത്രമാത്രം മാലിന്യമാണ് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അത് പുറത്തേക്കെടുത്ത് നീക്കം ചെയ്യുക എന്നത് അത്രയും ശ്രമകരമായ ദൗത്യമാണ്. അപ്പോൾ പല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ചർച്ചയാകുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഈ മാലിന്യം ഇതുപോലെ കെട്ടിക്കിടന്നത്? ഇപ്പോൾ 24 ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ഈ വാർത്ത, അതായത് ഈ മാലിന്യ വാർത്ത എത്രയോ തവണ നൽകിയതാണ്, പത്രങ്ങളിൽ വന്നതാണ്, എല്ലാ ദൃശ്യമാധ്യമങ്ങളും നൽകിയാണ്. പക്ഷേ അധികൃതർ വേണ്ട പോലെ അതിൽ ഇടപെട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. മാത്രമല്ല പ്രജൻ, ഈ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് ഒരു പ്രധാന കാരണം ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ഈ മാലിന്യം തന്നെയാണ്. അത് മുൻപും പലതവണ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മന്ത്രിമാർ തന്നെ പലതവണ റെയിൽവേ അതുമായി ബന്ധപ്പെട്ട് വിമർശിച്ചിട്ടുണ്ട്. റെയിൽവേ കൃത്യസമയത്ത് ഈ ശുചീകരണം നടത്തുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ട് ഇപ്പോൾ ഷഫീദൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, ഇപ്പോൾ ഈ മാലിന്യമൊക്കെ കോരുന്ന ഈ ഭാഗത്ത്, ഈ അപകടമുണ്ടായ സ്ഥലത്തിന് അപ്പുറത്തൊരു 300 മീറ്റർ മാറിക്കഴിഞ്ഞാൽ വേറെ ഈ ആമയിഴഞ്ചാൻ മറ്റൊരു ഭാഗത്ത് അതിനേക്കാൾ വലിയ മാലിന്യക്കെട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആ സിറ്റിയിലെ മുഴുവൻ മാലിന്യങ്ങൾ വന്നു ചേരുന്നത് ആ തോട്ടിലേക്കാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അത് മാറ്റുക, അതിനെന്താണ് ഒരു പ്രതിവിധി? ഇതൊക്കെ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് ആലോചിച്ചില്ല അധികൃതർ എന്നുള്ള കാര്യം വളരെ വ്യക്തവുമാണ്. അത് ഇപ്പോൾ മനസ്സിലാവുന്നുമുണ്ട്. ഇന്ന് രാവിലെ പോലും ഉച്ചയ്ക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് അധികൃതർ രംഗത്ത് വരുന്നതും കണ്ടു. റെയിൽവേ പറയുന്നു അവരല്ല ഉത്തരവാദി എന്ന് പറയുന്നു, നഗരസഭ പറയുന്നു ഞങ്ങളല്ല എന്ന് പറയും. പിന്നെ ആരാണ് ഉത്തരവാദി എന്ന ചോദ്യം ജനങ്ങൾ ചോദിച്ച് ജനങ്ങൾ കഴുതകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആമയിഴഞ്ചാൻ തോടിന്റെ മാത്രം അവസ്ഥയല്ല, പാർവതി പുത്തനാർ ഉൾപ്പെടെയുള്ള മറ്റ് നദികളുടെയും തോടുകളുടെയും ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇതിന് ഉത്തരവാദികളാണ് ഈ വേസ്റ്റിന്. കാരണം എന്ത് കിട്ടിയാലും അത് നേരെ ജലാശയത്തിലേക്ക് വലിച്ചെറിയുക എന്നുള്ള ആ ഒരു പ്രവണതയുണ്ടല്ലോ, അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ വേസ്റ്റ് കെട്ടിക്കിടക്കുന്നത് കാണുമ്പോൾ തോന്നുന്നത്. അത് ഒരാൾ ചെയ്താൽ പോരാ, നമ്മൾ ഓരോരുത്തരും അത് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.